ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മഴക്കാലത്തെ അതിമനോഹരമായ പൂക്കൾ കാണാം. ഇതുണ്ട് അദീനിയം, എത്ര ഭംഗിയാന്ന് നോക്ക് അദീനിയം കാണാൻ. ഇതാ റോസ കണ്ടോ, വെള്ള റോസ, വൈറ്റ് റോസ, ഇത് റെഡ് കളർ റോസ. നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാം. ഇത് ചെത്തി കണ്ടോ, റെഡ് കളർ ചെത്തി, വൈറ്റ് കളർ ചെത്തി, റോസ് കളർ ചെത്തി. നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാം. ഇത് വിങ്ക റോസ്, ആന്തൂറിയം, റോസ് കളർ ആന്തൂറിയം. കണ്ടോ, മഴയത്ത് നല്ല പൂക്കൾ കണ്ടോ. ഇത് മെലോസ്റ്റാമ, ഇത് മെലോസ്റ്റമയുടെ ഉണങ്ങിയ കമ്പുകളെല്ലാം വെട്ടിക്കളയണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. നല്ല പച്ചയിലുള്ള മെലോസ്റ്റമ കണ്ടോ. ഇത് വൈറ്റ് ചെത്തി. സ്പൈഡർ ലില്ലി കണ്ടോ. സ്പൈഡർ ലില്ലിയെ കാണാൻ നല്ല രസമല്ലേ, നല്ല വെള്ളപ്പൂക്കൾ. സ്പൈഡർ ലില്ലിക്ക് നല്ല സ്മെല്ലാണ്, വൈകുന്നേരത്ത് മുറ്റത്തിറങ്ങിയ നല്ല മണമാണ്. റെഡ് കളർ ചെത്തി കാണാൻ നല്ല ഭംഗിയല്ലേ. ഇപ്രാവശ്യം ആന്തൂറിയത്തിൽ 2-3 പൂവുണ്ടായി. വിങ്ക റോസ് വേറൊരു കളർ. ഈ റോസപ്പൂ നോക്കി, ഇളം റോസപ്പൂ നല്ല ഇളം കളർ കണ്ടോ. മഴക്കാലത്ത് റോസിൻ്റെ കമ്പുകളെല്ലാം വെട്ടിക്കളയണം, അപ്പോൾ നിറയെ തളിരുണ്ടായി നല്ല പൂക്കളുണ്ടാവും. ഒക്കെ ഒരു കേടുമില്ലാത്ത നല്ല ഇലകൾ കണ്ടോ, പുഴുക്കേടൊന്നും ഇല്ലാത്ത നല്ല റോസിൻ്റെ ഇലകൾ. ഇത് കാശ്മീരി റോസ്. മെലോസ്റ്റമയ്ക്ക് ചുമക്കൂർക്കയില നട്ടുപിടിപ്പിച്ചേക്കും, അതിന് കേട് വരാതിരിക്കാൻ വേണ്ടി. ശംഖുപുഷ്പം, നാടൻ പെറ്റൂണിയ, ബാൾസം കണ്ടോ, ബാൾസം, നാടൻ ബാൾസം. ചുവപ്പ് കളർ ബാൾസം നല്ല ഭംഗിയല്ലേ. ക്രീപ്പിംഗ് റോസ് വൈറ്റ്, കട്ടയായിട്ട് വൈറ്റ് റോസ് ഉണ്ടാകുന്നുണ്ടോ. വൈറ്റ് റോസ് മറ്റ് റോസ് പോലെയുള്ള കുറേ ദിവസം നിൽക്കും. എന്തെങ്കിലും താങ്ങ് കൊടുത്ത് കയറ്റി വിട്ടാൽ മതി, അപ്പോൾ നല്ലപോലെ നിറയെ പൂക്കളുണ്ടാവും. ചായപ്പൊടി, ചായ വെച്ചതിൻ്റെ മട്ടർ, മുട്ടത്തോട്, ഉള്ളിത്തോല ഒക്കെ ഇട്ട് കൊടുത്താൽ മതി, നിറയെ പൂക്കൾ വരും. ഇടയ്ക്കിടയ്ക്ക് ജൈവ കീടനാശിനി സ്പ്രേ ചെയ്യണം.
ഇതേ ബാൾസും നല്ല ഭംഗിയില്ല കാണാൻ. മഴയത്ത് കണ്ടോ ധാരാളം പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടോ. റോസ് ചെത്തി. നിറയെ പൂക്കൾ വരും, മഴയത്തും പൂക്കൾ വരും. ചെത്തി കണ്ടോ. ഇതാ സൂര്യകാന്തി, നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. നല്ല നീലാകാശമൊക്കെ കാണാം. സൂര്യകാന്തി വേറൊരു കളർ. ചെമ്പരത്തി കണ്ടോ, 2 നില ചെമ്പരത്തി. അക്കിമീൻ ചെടി, അക്കിമീൻ പൂ കണ്ടോ, നല്ല കളർ. റെഡ് കളർ ചെത്തി കമ്പ് മുറിച്ച് കറ്റർവാഴ കഷ്ണത്തിൽ മുക്കി നട്ടാൽ പെട്ടെന്ന് അത് വേര് പിടിക്കും. കറ്റർവാഴയുടെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കമ്പ് കുത്തി വെച്ചാൽ മണ്ണിൽ നട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും. മഞ്ഞ കളർ ചെത്തി കണ്ട നല്ല ഭംഗിയല്ലേ. റോസപ്പൂ കാണാൻ എത്ര ഭംഗിയാന്ന് നോക്ക്, ചുമല റോസപ്പൂ. എൻ്റെ കളറ് കണ്ടോ, നല്ല രസം. നല്ല പട്ട് റോസ എന്നാണ് ഞങ്ങൾ ഇതിന് പറയുന്നത്, പട്ട് റോസ. വേറൊരു റോസപ്പൂ കണ്ടോ, വെള്ള റോസ്. ഇത് മഴയത്തും വേനൽക്കും എല്ലാം ധാരാളം പൂ തരും. കേട്ടോ വെള്ള റോസ് കേട്ടോ, കട്ടയായിട്ടുണ്ടായിരിക്കുന്നുണ്ട്. കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി വേനൽക്ക് ഒഴിക്കും. ഇത് വേറെ സൈസ് റോസപ്പൂ. ഇത് അന്ന് തന്നെ ഉണ്ടായി, രാവിലെ ഉണ്ടായി, വൈകിട്ടത്തേന് ഇത് പൊഴിഞ്ഞു പോവും, പെട്ടെന്ന് വാടിപ്പോകുന്നത്. എന്നാലും കാണാൻ ഭംഗിയില്ലേ കൂട്ടുകാരെ. ശംഖുപുഷ്പം നല്ല മരുന്നും കൂടിയാണ്. ഇതിൻ്റെ വെള്ള ഇവിടെയുണ്ട്, വയലറ്റ് കളറുമുണ്ട്. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് തേൻ ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ്, നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ശംഖുപുഷ്പം. ഇത് ചെമ്പകം, മഴക്കാലത്തും പൂക്കളുണ്ടാകും ചെമ്പകം. നല്ല മണമാണ്. വൈകുന്നേരത്താണ് ഇത് വിരിയുന്നത്. മുറ്റം നിറയെ സുഗന്ധം. വികാ റോസ് പല കളറുണ്ട്. ഇവിടെ ഒരു കളർ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാം നട്ടിട്ടുണ്ട്, പൂവായില്ല. നാടൻ പെറ്റൂണിയ കണ്ടോ. വിങ്കാ റോസ് ഇളർ റോസ് കളറുണ്ട്, കടും ചുമപ്പുണ്ട്, എല്ലാം നട്ടിട്ടുണ്ട്. ഇത് 10 മണി. ബാൾസം വേറൊരു കളറും ഉണ്ട്. 2-3 കളറുണ്ടായിരുന്നു, എന്നെല്ലാം പോയി. ഇപ്പോൾ ഈ 2 കളറേ ഉള്ളൂ. ഇതുകൊണ്ട് 10 മണി കണ്ട, നല്ല മഞ്ഞ 10 മണി, നല്ല രസമല്ലേ കൂട്ടുകാരെ. ഇത് പെന്താസ്. ഇത് വിങ്കാ റോസ്, നിറയെ പൂക്കൾ കണ്ടു.
റെഡ് കളർ ചെത്തി ഇവിടെ ഇഷ്ടം പോലെ ധാരാളമുണ്ട്. ഇത് വേറൊരു കളർ റോസപ്പൂ കണ്ടോ, ഇത് സ്നോ വൈറ്റ് റോസ. നല്ല രസമല്ലേ കൂട്ടുകാരെ കാണാൻ. നാടൻ പെറ്റൂണിയ വലിയ പരിചരണമൊന്നും വേണ്ട, തന്നെ ഉണ്ടാവും. മെലസ്റ്റമ കണ്ട കട്ടയ്ക്ക് പൂക്കളുണ്ടായത് കണ്ട്. ഇവിടെ വെള്ള റോസ് പെട്ടെന്നുണ്ടാവും, നല്ലപോലെ പെട്ടെന്നുണ്ടാവും. ആന്തൂര്യത്തിന് ഇടയ്ക്കൂടെ വേര് വരുമ്പോൾ ആ വേരുള്ള ഭാഗത്തിൻ്റെ താഴെ വെച്ച് മുറിച്ച് വേറെ നടാം. അങ്ങനെ ധാരാളം തൈകൾ ഉണ്ടാക്കാം, വേറെ വേറെ തൈകൾ ഉണ്ടാക്കാം. കണ്ടോ, ഇളം റോസ് കളറായിരുന്നു, ഇപ്പോൾ ഇച്ചിരി കടുപ്പം കൂടിയിട്ടുണ്ട് കളറ്. പെന്താസിൻ്റെ ഇതിന് പല കളറുണ്ട്, പക്ഷേ എനിക്കിവിടെ ഒരു കളറേ ഉള്ളൂ. വെള്ള കളറുണ്ട്, വയലറ്റ് കളറുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കളറേ ഉള്ളൂ എനിക്ക്. ഇത് കാശ്മീർ റോസ് എത്ര കളറാന്ന് നോക്കി. കാശ്മീർ റോസ് കണ്ടോ, 2 പൂവുണ്ടായിട്ടുണ്ട്. ഈ വൈറ്റ് റോസ് കമ്പ് നട്ട് പെട്ടെന്ന് പൂവുണ്ടാവും. കാശ്മീർ റോസ് വേറൊരു കളറോട് മേടിച്ച് നട്ടാൽ അത് എല്ലാം പോയി, ഇപ്പോൾ ഈ ഒരു കളറേ ഉള്ളൂ. കണ്ടോ, ഈ റോസപ്പൂ കാണാൻ നല്ല ഭംഗിയല്ലേ, പക്ഷെ ഒരു ദിവസം കൊണ്ട് അത് പോവും, അല്ലിയെല്ലാം താഴെ അടന്നു പോവും. ഇതിന് മുള്ളില്ലാത്ത റോസയാണ്. കണ്ടോ, കട്ട ബാൾസം കണ്ടോ. കണ്ടോ, നാടൻ പെറ്റൂണിയ വൈറ്റ് കളർ. സ്പൈഡർ ലില്ലി കാണാൻ നല്ല രസമല്ലേ കൂട്ടുകാരെ, നല്ല വെണ്മ കണ്ടോ, സ്പൈഡർ ലില്ലി. കണ്ടോ എത്ര റോസപ്പൂവെന്ന് നോക്കി, കട്ടയ്ക്ക്. നല്ലൊരു താങ്ങ് കൊടുത്താൽ മതി, നിറയെ പൂക്കളുണ്ടാവും. വളവും നല്ലപോലെ കൊടുത്താൽ മതി. ഒരു ചെറിയ കമ്പ് നട്ടാൽ മതി, പെട്ടെന്നുണ്ടാവും അത്. റോസുകളിൽ ഏറ്റവും പെട്ടെന്ന് പിടിക്കുന്ന റോസയാണ് ഇത്, ക്രീപ്പിംഗ് റോസ്. ഉണ്ടോ, കൊലയായി ഇഷ്ടംപോലെ ഉണ്ടായിരിക്കുന്നു. ഇനി തണ്ടിനൊന്നും അധികം കനമില്ല, തീരെ ബലക്കുറവാണ്, എന്നാലും നിറയെ പൂക്കൾ തരും. നമുക്ക് മെലസ്റ്റമോ ഒരൊറ്റ പൂവ് ഉണ്ടോ, താക്കിമെൻസ് പൂവ.
ഇത് ആന്തൂറിയം ഇളം റോസ് ഉണ്ടോ. ഇലകൾ കണ്ട നല്ല രസം. ആനച്ചെവീൻ ആന്തൂറിയം എന്നും ഇതിന് പേരുണ്ട്. ഇലകൾ തന്നെ കണ്ടോ നല്ല ഭംഗിയല്ലേ. ബാൾസം മഴയത്തുണ്ടായി നിൽക്കുന്നുണ്ടോ. നല്ല മഴയത്തും ബാൾസം ഉണ്ടായി. എത്ര രസം നോക്കി. പിങ്ക റോസ് പിങ്ക റോസ് കണ്ടോ നല്ല ഭംഗിയല്ലേ. നല്ല കളറാ. ഹൈബ്രിഡ് പിങ്ക റോസ് കണ്ടോ എത്ര രസം നോക്കി. ഇതാണ് ചെമ്പകം. മുറ്റം നിറയെ മണം വരും ചെമ്പകം. ഈവനിങ് വിരിയും. വൈകുന്നേരത്ത് വിരിഞ്ഞ് നല്ല മണം മുറ്റം നിറയും. ചെമ്പകപ്പൂക്കൾ കണ്ടോ. ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഇത് മുടിയെ വെച്ചുകൊണ്ട് പോകും. നല്ല മണമായിരുന്നു. കണ്ടോ എത്ര പൂക്കളാണെന്ന് നോക്കി. നിറയെ പൂക്കൾ. ഞാനിത് പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്ന് എയർപോർട്ടിലോട്ട് മാറ്റി നട്ടു. അപ്പോൾ നിറയെ പൂക്കളായി. ഇത് സ്പൈഡർ ലില്ലി 2-3 ഉണ്ടായി കണ്ടോ. നല്ല രസമല്ലേ സ്പൈഡർ ലില്ലി കാണാൻ. ഇത്ര വെണ്മയാന്ന് നോക്കി. മുറ്റത്തോട് നടക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. നല്ല പൂമ്പൊടിയുടെ നല്ല മണം. ഉണ്ടോ എത്ര ഭംഗിയാ. നിറയെ പൂക്കളുണ്ടാവും. 3-5 ഒരുമിച്ചുണ്ടാവേ. ആന്തൂറിയും വേറെ ഒരു കളറ് ചുവപ്പ് കളറുണ്ട്, ബ്രൗൺ കളറൊക്കെ ഉണ്ട് ഇവിടെയുണ്ട്. പക്ഷെ അതൊന്നും പൂവിട്ടില്ല. ചെടികളുണ്ടായി നിൽപ്പുണ്ട്. ബ്രൗൺ കളർ ആന്തൂറിയൊക്കെ കാണാൻ നല്ല രസമാണ്. കടും ചുമപ്പ് കളറ്. ഇത് മാത്രം എപ്പോഴും പൂ തരും. മറ്റേതിന് പൂവായിട്ടില്ല. മെലാസ്റ്റമയ്ക്ക് 1/2 ഗ്ലാസ് തൈരിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചുവട്ടിലൊഴിച്ചാൽ പെട്ടെന്ന് നിറയെ പൂക്കളുണ്ടാകും. ഇത് ഇളം റോസ് ചെത്തി. നിറയെ പൂക്കൾ കണ്ടോ. നല്ല പൂക്കൾ, നിറയെ പൂക്കൾ, കട്ട കട്ടയായിട്ട് പൂക്കൾ കണ്ടോ. സൂര്യകാന്തി തന്നെ ഞങ്ങളിതിന് പറയുന്നത്. നിങ്ങൾ വേറെ എന്താണ് പറയുന്നതെന്ന് പറയണേ. കണ്ടോ 2 കളർ സൂര്യകാന്തി. രണ്ട് ചെമ്പരത്തി.